ായിക്കൊണ്ടിരിക്കുന്ന ആധുനിക വൈദ്യശാസ്ത്രത്തിനും അശാസ്ത്രീയവും മതാത്മകവുമായ അസംബന്ധങ്ങളെ ആഘോഷിക്കുന്ന ബദലുകൾക്കുമിടയിൽ നിസ്സഹായമാക്കപ്പെട്ട് രോഗചികിത്സ തേടുന്ന സാധാരണ മനുഷ്യജീവിതം. ഒരിടത്ത് ചെലവേറിയതും സാമ്പത്തികമായി അപ്രാപ്യമായി തീരുന്നതുമായ ആരോഗ്യ വാണിജ്യം ചികിത്സയെ തന്നെ അയുക്തികമാക്കുന്നു. മറുവശത്ത് ഊഹാധിഷ്ഠിതവും ദുരൂഹവുമായ അനിശ്ചിത മാർഗങ്ങളിലേക്ക് രോഗവും രോഗിയും നയിക്കപ്പെടുകയും കാര്യകാരണ ബന്ധങ്ങൾ അട്ടിമറിക്കപ്പെടുകയും ചെയ്യുന്നു. ഇവയ്ക്കിടയിൽ എവിടെയോ കബീറിനെ പോലുള്ളവരുടെ പ്രമാണരഹിതമോ ജ്ഞാനസാധുത ഇല്ലാത്തതോ ആയ ചികിത്സാമുറകൾ ചിലർക്കെങ്കിലും സമാശ്വാസം പകരുന്നുണ്ടാവണം. ചികിത്സകനെ തെരഞ്ഞെടുക്കാനുള്ള രോഗിയുടെ അവകാശത്തെ ആർക്കാണ് ചോദ്യം ചെയ്യാനാവുക? നാട്ടുവഴികളിലും കാട്ടിറമ്പുകളിലും വയൽവരമ്പിലും പൊതുനിരത്തിലും ഒരേപോലെ സൈക്കിളാണ് കബീറിന്റെ യാത്രാവാഹനം. മരുന്നിനായുള്ള അന്വേഷണ യാത്രകൾക്ക് ഈ ജനകീയ വാഹനമാണ് കബീറിന് തുണ. മരുന്നുകടകളിൽ ലഭ്യമല്ലാത്ത നിരവധി ഔഷധ സസ്യങ്ങൾ ഈ യാത്രകളിൽ ഇദ്ദേഹം തിരിച്ചറിയുകയും ശേഖരിക്കുകയും ചെയ്യുന്നു. ചില സസ്യങ്ങളുടെ മറ്റാരും തിരിച്ചറിയാത്ത ഔഷധ ഗുണങ്ങളും താൻ സ്വാനുഭവത്തിലൂടെ പ്രയോഗസിദ്ധമാക്കിയിട്ടുണ്ടെന്ന് കബീർ അവകാശപ്പെടുന്നു. നമ്മളെ നാട്ടിൽ പോയി കിട്ടാവുന്ന പ്രധാന പച്ചമരുന്നുകൾ എന്തായി പറമ്പെന്ന് പറയാൻ പറ്റും? ഇവിടെ കുറുന്തോട്ടി ഉണ്ട്, കരിങ്കുറിഞ്ഞി ഉണ്ട്, പിന്നെ ആറ്റുവഞ്ചി ഉണ്ട്, ആറ്റുവഞ്ചി, പിന്നെ കല്ലൂർ വഞ്ചി, അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. കീഴാർനെല്ലി ഉപയോഗിക്കും. മഞ്ഞപ്പിത്തം, രക്തങ്ങൾ ക്ലിയർ ആക്കാൻ കീഴാർനെല്ലി മഞ്ഞളും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരുവിധം രക്തശുദ്ധിക്ക് ഏറ്റവും നല്ലതാണ്. കീഴാർനെല്ലി തലകറക്കം, വർത്തിപിത്തം ഇതിനൊക്കെ ഉപയോഗിക്കണം. പിന്നെ മുത്തള് എന്ന് പറഞ്ഞ സാധനം തലച്ചോറിന്റെ വളർച്ച ഇതിന് വളരെ ഗുണപ്പെടും. ബിർമി ബുദ്ധിശക്തിക്ക്, ബിർമി കറുക ചേർത്ത് കഴിഞ്ഞാൽ ബുദ്ധിശക്തി ഇതിന് വളരെ ഗുണപ്പെടും. ഇവിടെ കിട്ടുന്നതാണ് ബിർമികളൊക്കെ, പാടത്ത് കിട്ടും. മുത്തള്, പൊന്നാകണ്ണി, ബിർമി, പിന്നെ തീപ്പാളി, ഒരുവിധം മരുന്നുകളൊക്കെ ഇവിടെ തന്നെ കിട്ടും. തലച്ചോറ് വളർച്ച, മഞ്ഞപ്പിത്തം, കിഡ്നിയിലെ കല്ല് ഇതിനൊക്കെ ഉപയോഗിക്കണം. നമ്മളായിട്ട് കണ്ടുപിടിച്ച എന്തെങ്കിലും ഒറ്റമൂലികളുണ്ടോ? മരുന്നുണ്ട്. അതാണ് തീപ്പാളി എന്ന് പറഞ്ഞ സാധനം. തീപ്പാളി ഇപ്പൊ കയ്യിലുണ്ടോ? തീപ്പാളി കയ്യിലുണ്ട്. എന്താണ് തീപ്പാളി എന്ന് പറഞ്ഞ സാധനം? തീപ്പൊള്ളിയിൽ ആട്ടുംകട്ടതും കൂടെ വെളിച്ചിനാച്ചി തേച്ച് കഴിഞ്ഞാൽ തീപ്പൊള്ളിൽ 3 ദിവസം കൊണ്ട് മാറും. പരീക്ഷണം പറഞ്ഞിട്ട് പച്ചമരുന്നുകൾ കുറെ അങ്ങനെ പറഞ്ഞു തരും. ഓരോ മരുന്നിന് അങ്ങനെ പഠിച്ചു വരുമ്പോ ഓരോന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടു മനസ്സിലാക്കാം. അതാണ് പച്ചമരുന്നിന്റെ പവർ. ഇതിന്റെ ഒരു ഫലം എങ്ങനെ നമ്മൾക്ക് ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ഫലം കണ്ടാൽ പിന്നെ കൂടുതൽ ഇതിനെ ഉപയോഗിക്കും. ഇത് കിരിയാത്ത, ഇത് ചിക്കൻ ബോക്സ്, പ്രമേയം ഇതിനൊക്കെ ഉപയോഗിക്കണം രക്തശുദ്ധിക്ക്. ഇത് മടല് തിളപ്പിച്ചിട്ട് മേലത്തെ തൊലി കളഞ്ഞിട്ട് തിളപ്പിച്ചിട്ട് 2 നേരം കഴിച്ച് ഒരാഴ്ച കഴിച്ച വയറ്റിൽ എല്ലാ കച്ചറകളും പോവും. നമ്മളെന്നെ സ്വയം തയ്യാറാക്കുന്നതാ. ഒറ്റമൂല കണ്ടുപിടിച്ചില്ല മരുന്ന്. മണ്ണാർക്കാട്, കുന്നംകുളം, അങ്ങനെ പലർക്കും സ്വാതന്ത്ര്യം ഇല്ലാത്തവർക്ക് ഇത് കൊടുക്കാറുണ്ട്. വളരെ എളുപ്പമാണ്. 10 മിനിറ്റ് പണിയല്ലേ ഉള്ളൂ. കാലത്തും വൈകിട്ട് വരെ ഗ്ലാസ് വീതം കഴിക്കാം. ഒരാഴ്ച കഴിച്ചാൽ ക്ലിയർ ആയിട്ട് വരും. ഈ ശരീരത്തിന്റെ ഗ്ലാമർ വരാനുള്ള മരുന്ന് വല്ലതും ഉണ്ടോ? മരുന്നുണ്ട്. നമുക്കൊക്കെ ഒരു ഗ്ലാമർ വരാൻ ചെമ്പരത്തി പൂ പാലിൽ കഴിക്കുക 41 ദിവസം. ചെമ്പരത്തി പൂ 5 ഇതളിലെ ചെമ്പരത്തി പൂവ്, അത് 41 ദിവസം കഴിക്കുക. പിന്നെ നെല്ലിക്ക ശീലം കഴിച്ചാൽ മതി. ആയുർവേദം പഠിച്ചിട്ടില്ല? ആയുർവേദം പഠിച്ചില്ല, ഒറ്റമൂല്യം മാത്രമേ പഠിച്ചിട്ടുള്ളൂ. എത്ര ആള് ചികിത്സിച്ചിട്ടുണ്ട് മൊത്തം? ഞാനൊരു 10,000 ആളോളം ചികിത്സിച്ചിട്ടുണ്ട്. ഈ നാട്ടിൽ തന്നെ? ഈ നാട്ടിൽ തന്നെ, നമ്മളെ കേരളത്തിൽ പല ഭാഗത്തുമായിട്ട്. പടിഞ്ഞാറങ്ങാട്, കേച്ചേരി, തിരൂര്, അങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളിലും പോകാറുണ്ട്. എങ്ങനെ പോവുക? സൈക്കിളിന് പോവുക. എല്ലാ ദിവസവും സൈക്കിളിന് പോകും. വൈകുന്നേരം തിരിച്ചെത്തും രാത്രി ആകുമ്പോഴത്തേക്കും. കൈ പൊക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അത് അപകടം പറ്റിയതിന് ശേഷം 3 മാസത്തോളം ഞാൻ അത് കൊണ്ടുനടന്നു. അതിന് ശേഷം കൈ ഒരു പേപ്പർ എടുക്കാൻ പോലും എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അനുഭവമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഡോക്ടറെ കാണണം എന്നുള്ള വീട്ടുകാരുടെ സമ്മർദ്ദം കൊണ്ട് ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ ഫിസിയോതെറാപ്പി ചെയ്യിച്ചു 5-8 ദിവസം. പിന്നെ എക്സ്റേ എടുത്തു, കുഴപ്പമില്ലാന്ന് അവർ പറഞ്ഞു. പിന്നെ വെയിൻ്റെ ടെസ്റ്റ് നടത്തി, അതിലും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ കൈ പൊക്കാൻ എനിക്ക് സാധിക്കില്ല.
ആ ഒരു അനുഭവത്തോടുകൂടി ഇരിക്കുമ്പോൾ നമ്മളുടെ സ്നേഹിതൻ ഒരു സുഹൃത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു വ്യക്തിയുണ്ട്. പുള്ളിയെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിൻ്റെ ആ മുറപ്രകാരമുള്ള ചികിത്സ നടത്തി, അതായത് ഉഴിച്ചിലും തൈലങ്ങളൊക്കെ തേച്ച് എന്നപോലെ ചെയ്ത് ആഴ്ചയുള്ളിൽ ഞാൻ കംപ്ലീറ്റ് കൈ പൊക്കി. ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും അതിനെപ്പറ്റി സംബന്ധിച്ച് യാതൊരു ബുദ്ധിമുട്ടില്ല. ഈ അസുഖം തുടങ്ങിയിട്ട് കാലിന് രണ്ടിനും ഉണ്ടായിരുന്നു വേദന. അതിപ്പോ ഒരു 5-8 വർഷമായി. മലേഷ്യയിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ 8 വർഷമായോ? മലേഷ്യയിൽ നിന്ന് വന്നിട്ട് 4-5 വർഷമായി. അല്ലേ? ഇപ്പോ ഈ കാലിന് മാത്രമേ ഉള്ളൂ. ഇപ്പോ ഇതിന് വരും. അതിന് ബാലൻസ്, ഇതിന്റെ ബാലൻസാണ് അതിന് കൊടുക്കുക ഈ കാലിനെ. അതാണ് പറയുന്നതേ എല്ല് വളവുണ്ട് എന്നാണ് പറയുന്നത്. എല്ല് വളവൊക്കെ നമുക്ക് ശരിയാ, വയസ്സായില്ലേ, മജ കുറവുണ്ട്, പിന്നെ രക്തോട്ടം നിൽക്കുക നിങ്ങൾക്ക്. അതാണ് സംഭവം. പിന്നെ പ്രമേയം പ്രഷർ കൂടുതൽ വരുമ്പോൾ ആരോഗ്യത്തിന് പൊതുവെ ആരോഗ്യം കുറഞ്ഞു വരും. പിന്നെ നെല്ലിക്കല്ല, ഉണക്ക നെല്ലിക്ക, ഉണങ്ങിയ നെല്ലിക്ക, അത് വെള്ളത്തിയിട്ട് വെള്ളം കുടിക്കുക, കാലത്ത് ഓർമ്മ പറ്റില്ല. അപ്പൊ ഈ കയ്യിലെ സോളറിന്റെ മജ കുറഞ്ഞത് ശരിയായിട്ട് വരും. പ്രമേയത്തിനും കൂടെ നല്ലതാണ്. ഇത് ഞരമ്പില്ലേ, സർക്കുലേഷൻ ഇല്ല. എവിടുന്നൊക്കെ മരുന്ന് കിട്ടാറുണ്ട്? കനാലിന്റെ അവിടെ നിന്ന് കിട്ടാറുണ്ട്. പിന്നെ കടലിന്റെ അവിടെ നിന്ന് കിട്ടും ചില മരുന്നുകൾ. കടലിന്റെ അവിടെ തന്നെ പോകണം. തവതാമ മുതലിച്ചിട്ട് അക്കാരപ്പച്ച കടലിന്റെ അവിടെ ഉണ്ടാകുള്ളൂ. പിന്നെ ബിർമി മുതലായത് കിഴക്കേ ഭാഗത്ത് ഈ പാടം സൈഡിൽ നിന്ന് കിട്ടുന്നതാണ്. കുന്നിൽ നിന്ന് കിട്ടാറുള്ള കുന്നിൽ കിട്ടുന്നത് കുറുന്തോട്ടി, കരിങ്കുറിഞ്ഞി, നന്നാരി, മുറിയരുന്ന്, കൊഴുപ്പ, അങ്ങനെയുള്ള സാധനങ്ങൾക്ക് അവിടെ പോകും, മലയിൽ പോകും. ഈ കുന്ന് പ്രദേശം ഉണ്ടാവുള്ളൂ. കാട് കയറിയാൽ എന്തൊക്കെ മരുന്ന് കിട്ടും? കാട് കയറിയ കണ്ടമാനം മരുന്നുകൾ ഉണ്ടാവും. നനപ്പനക്കിഴങ്ങ്, കുറുന്തോട്ടി, പിന്നെ കരിങ്കുറിഞ്ഞി, നന്നാരി, മുറിമരുന്ന്. ഇപ്പൊ വില നോക്കിയിട്ടില്ലാണ് പറിക്കുള്ളൂ. ചതവാരി, പിന്നെ പാലമുതുക്കും കിഴങ്ങ്, ചതവാരിക്കിഴങ്ങ്, ഇതൊക്കെ പറിക്കാറുണ്ട്. കണ്ടില്ലേ, നമ്മളോട് കുന്നുകളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പച്ചമരുന്നുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുവിധം മരുന്നുകളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. കുറുന്തോട്ടി പോലും കിട്ടാനില്ല. ഇതാണ് കര എന്ന് പറഞ്ഞ സാധനം. ഈ കരയുടെ തൊലിയും മഞ്ഞളും തേങ്ങാപ്പാലും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നീരുകൾ കംപ്ലീറ്റ് പോകും. അതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇത് കൊണ്ടുപോയിട്ട് കൈത്തോടുകൾ തൂർക്കുക. കൈത്തോട്ടിയില്ലേ, മുത്തുകൾ മുതലായ എല്ലാ മരുന്നുകളും അതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാടങ്ങളും തൂർക്കുക. പാടത്തൊരു വിധം പച്ചമരുന്നുകളും ഇല്ല. ബിർമി മുതലായ മരുന്നുകളൊക്കെ പാടത്തെ കിട്ടുക. ഇപ്പൊ താമര പോലും വാസ്തവത്തിൽ കിട്ടാനില്ലാന്നില്ലാണ്. ഇതേമാതിരി ഇപ്പൊ മരങ്ങളൊന്നും വെച്ച് പിടിപ്പിക്കലൊക്കെ വെട്ടിപ്പോകും. ഇതുപോലത്തെ കാടുകളൊക്കെ കുറവാണ്. അതാ മരുന്നുകൾ ഇല്ലാത്തത്. ഇതാണ് കരിന്തകര എന്ന് പറഞ്ഞ സാധനം. തണ്ടൽ വേനക്ക് ഇതും തേങ്ങാപ്പാലും പാടെ കഴിച്ചു കഴിഞ്ഞാൽ തണ്ടൽ വേന മാറും. പിന്നെ കാട്ടാപ്പായ എന്ന് പറയുന്ന സാധനം ഇവിടെ തന്നെ ഉണ്ട്. ഇത് കാട്ടാപ്പായ എന്ന് പറയുന്ന സാധനമാണ്. ഈ കാട്ടാപ്പായ എന്ന് പറയുന്നത് പൈൽസിന് കഴിക്കുന്നതാണ്. പൈൽസിന് 41 ദിവസം വെറുതെ അരിച്ചു കഴിച്ചാൽ എത്ര വലിയ പൈൽസാണെങ്കിലും മാറും. കാട്ടാപ്പായ എന്ന് പറയുന്ന സാധനം ഇപ്പൊ കിട്ടാറില്ല. ഇപ്പൊ വേലുമ്പത്തിന്ന് സാധനവും അരിഞ്ഞെടുക്കണേ ഉണ്ടാവും. ഇത് വേര് കൊടുക്കണ പറിച്ചാൽ പിന്നെ അവിടെ ഉണ്ടായില്ല. ഇപ്പൊ ഈ മരുന്ന് പറിക്കണവരായിക്കോട്ടെ വേര് കൊടുക്കണ പറിച്ചിട്ട് പോവാണ്. ഇത് വെട്ടിയെടുക്കില്ല. വെട്ടിയെടുത്താൽ വേണ്ടുണ്ടാവും. ഇത് ചെയ്യുന്നില്ല. കംപ്ലീറ്റ് മാന്തി കൊണ്ടുപോവാ. വേറിട്ട കാഴ്ചകളിൽ ഒരാളെ നിങ്ങൾക്കും അറിയാമല്ലോ. നമ്മിൽ ഒരാളായി, എന്നാൽ നമ്മെ പോലെയല്ലാതെ നമ്മോടൊപ്പം ജീവിക്കുന്ന ഒരാളെ, അവരെ പറ്റി ഞങ്ങൾക്ക് എഴുതുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: വേറിട്ട കാഴ്ചകൾ, കൈരളി TV